മാവേലിക്കര ഡിപ്പോയുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം മാവേലിക്കര തെങ്കാശി സർവീസിന് ഇന്ന് പുത്തൻ ഉണർവ്. കഴിഞ്ഞ 28 വർഷമായി കിഴക്കൻ മലയോര പാതകളിലൂടെ മാവേലിക്കരയെയും തെങ്കാശിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റൂട്ട് വെറുമൊരു യാത്രയല്ല, ഒരുപാട് പേരുടെ ജീവിതമാണ്. RPI 72 10 വർഷം ഈ റൂട്ടിൽ തകർത്തോടിയ ശേഷം ഇന്ന് വിടവാങ്ങുകയാണ്. 25/2/2026 മാവേലിക്കരയുടെ വികസന നായകൻ പ്രിയങ്കരനായ MLA ശ്രീ MS അരുൺകുമാർ അവർകൾ പുതിയ അതിഥിയെ ഫ്ലാഗ് ഓഫ് ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. ചരിത്രം പരിശോധിച്ചാൽ ഈ സർവീസിന് പറയാൻ കഥകളേറെയുണ്ട്. 28 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ യാത്രയിൽ ഇത് 4ാം തലമുറക്കാരനാണ് വരുന്നത്. ആദ്യകാലത്ത് RT 283 എന്ന സീരീസിൽ തുടക്കം, അതിനുശേഷം RK 831, പിന്നീട് 10 വർഷക്കാലം നമ്മുടെ പ്രിയപ്പെട്ട RPI 72 ഈ രാജവീതിയെ ഭരിച്ചു. KSRTC പ്രേമികളുടെയും സ്ഥിരം യാത്രക്കാരുടെയും നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് KS 638 എന്ന പുത്തൻ ഫാസ്റ്റ് പാസഞ്ചർ ബസ് തെങ്കാശി റൂട്ടിലേക്ക് എത്തുന്നത്. മാവേലിക്കരയിൽ നിന്നും ആരംഭിച്ച് ചെട്ടുകുളങ്ങര അമ്മയുടെ തിരുമുറ്റത്തിലൂടെ കായംകുളം നഗരത്തെ തൊട്ട് അടൂരും പത്തനാപുരവും പിന്നിട്ട് പുനലൂരും തെന്മലയുടെ കാനന ഭംഗിയും ആസ്വദിച്ചുള്ള ഒരു യാത്ര. ചെങ്കോട്ട കടന്ന് തമിഴകത്തിൻ്റെ മണ്ണായ തെങ്കാശിയിലേക്ക് ഇനി ഈ പുതിയ ആനവണ്ടി പറന്നെത്തും. വളവും തിരിവും കയറ്റങ്ങളുമുള്ള ഈ മലയോര പാതയിൽ KSRTC ഡ്രൈവർമാരുടെ പരിചയസമ്പന്നതയും കണ്ടക്ടർമാരുടെ സ്നേഹവും ഈ യാത്രയെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. പുതിയ ബസ് എത്തിയതോടെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്ര ഇനി ഉറപ്പാക്കാം. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഈ പുതിയ സർവീസ് വലിയൊരു കരുത്താകട്ടെ. മാവേലിക്കര തെങ്കാശി സർവീസിന് എല്ലാവിധ ആശംസകളും. KSRTC എന്നും ജനങ്ങൾക്കൊപ്പം.